ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരെ വീണ്ടും വിമർശനവുമായി മൂന്നാറിലെ ഒരു വിഭാഗം ടാക്സി തൊഴിലാളികൾ. ഒരു മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ ഇന്ത്യൻ പൗരനെന്ന നിലയിൽ അവകാശമുണ്ടെന്നും അതിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് ടാക്സി തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണെന്നും ടാക്സി തൊഴിലാളി പ്രതിനിധികൾ ആരോപിച്ചു. ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനായി മൂന്നാറിലെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നേരെ മൂന്നാറിലെ ഒരു വിഭാഗം ടാക്സി തൊഴിലാളികൾ കരിങ്കൊടി പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് മൂന്നാറിലെ നിരത്തുകളിൽ വാഹന പരിശോധന കർശനമാക്കുകയും നിയമലംഘനങ്ങൾക്ക് ഇതിനോടകം വലിയ തുക പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. മന്ത്രിയുടെ പ്രഖ്യാപന പ്രകാരം പുതിയ സൈറ്റ് സീൻ സർവീസുകളും മൂന്നാറിൽ സർവീസ് ആരംഭിച്ചു. ഈ ഘട്ടത്തിലാണ് മന്ത്രിക്കെതിരെ വീണ്ടും വിമർശനവുമായി മൂന്നാറിലെ ഒരു വിഭാഗം ടാക്സി തൊഴിലാളികൾ രംഗത്തെത്തിയിട്ടുള്ളത്. இது சைட்ஸின்னு போகிற பஸ்ஸுக்கு ஜனங்களுக்கு வேண்டிட்டு பஸ் நிப்பாட்டிட்டு சைட்ஸின்னு விட்டுருக்காங்க. அது நியாயம் இல்லை. கதாகத மந்திரிக்கு நாங்கள் சொல்லக்கூடியது என்னென்னா, லோக்கலில் உள்ள பஸ்ஸு சர்வீஸை கண்டினியூ பண்ண சொல்லுங்கள் ஜனங்களுக்கு வேண்டிட்டு. பின்ன கதாகத மந்திரி வந்துட்டு ஜனங்களுக்கு வேண்டி செய்கிற மாதிரி எங்களுக்கு தெரியலை. வாசிக்கு தான் செய்கிறாரு. வாசிக்கு செஞ்சாலும் இன்னும் ஒரு 6 மாதத்தில் அவருக்குள்ளே வாசி முடிஞ்சு போயிடும். நாங்கள் இங்கேயே தான் இருப்போம். நாங்கள் இதே பிரவர்த்தனத்தை தொடங்குவோம். நியாயத்துக்கு வேண்டி குரல் கொடுப்போம். எங்களுக்குள்ள டிரைவர்மாரோ தோட்ட தொழிலாளிகளுக்கு என்ன பிரச்சனைனாலும் நாங்கள் முன்னிட்டு வருவோம். இந்த பஸ்ஸை 4 பஸ்ஸை விட்ட இடத்துல நீங்கள் பின்வலிக்கணும்னு சொல்லி நாங்கள் கேட்டுக்கிறோம். ടാക്സി തൊഴിലാളികൾ മൂന്നാറിന്റെ വികസനത്തിന് എതിരല്ല. ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിലെ റോഡിൽ സുരക്ഷിതമല്ല. പുതിയതായി KSRTC മൂന്നാറിൽ സൈറ്റ് സീൻ സർവീസുകൾ ആരംഭിച്ചത് MLAയുടെ കൂടെ അറിവോടെയാണെന്ന് തങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെന്നും KDHP ഓൾ ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സുമേഷ് പറഞ്ഞു. ഇവിടെ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി വന്നു, അദ്ദേഹത്തിന് കരിങ്കൊടി കാണിച്ചെന്നും പറഞ്ഞ് ഇവിടെയുള്ള നമ്മുടെ ഡ്രൈവർമാരെ മുഴുവൻ ആൾക്കാരെയും ചൂഷണം ചെയ്തു. എന്നാൽ മൂന്നാറിലെ എത്ര വാഹനത്തിന് ബുക്കും പേപ്പറും ഇല്ലാതെ പിടിച്ചു എന്നുള്ള കണക്കില്ല. ഇവിടെ ഗതാഗത വകുപ്പ് മന്ത്രി 4 ബസ് സൈറ്റ് സീന് വിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA അറിഞ്ഞിട്ടില്ലേ? MLA അറിയാതെയാണോ ഈ വാഹനം വിട്ടേക്കുന്നത് എന്ന് ഞങ്ങൾക്കൊന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. കാരണം ഇവിടുത്തെ പ്രാദേശിക കാര്യങ്ങൾ നോക്കുന്നത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA ആണ്. ആ MLA അറിയാതെയാണോ ഗതാഗത വകുപ്പ് മന്ത്രി നേരിട്ട് ഇടപെട്ട് ഈ ബസ് വിട്ടതെന്നൊന്ന് ഞങ്ങൾക്കൊന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. ഒരു മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അവകാശമുണ്ടെന്നും അതിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് ടാക്സി തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണെന്നും ടാക്സി തൊഴിലാളി പ്രതിനിധികൾ ആരോപിച്ചു. ഡ്രൈവർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധ സമരങ്ങൾ ആരംഭിക്കുമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് നാരായണസ്വാമി, ജനറൽ സെക്രട്ടറി G. സുമേഷ് കുമാർ, ട്രഷറർ മണികണ്ഠൻ, സെക്രട്ടറി പളനിസ്വാമി എന്നിവർ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.